ഇന്ത്യൻ ഹൈക്കമ്മീഷനെയും ഹൈക്കമ്മീഷൻ ഓഫീസും വളയുമെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ചില പ്രകടനങ്ങൾ നടന്നിരിക്കുന്നു. ഭാരത വിരുദ്ധ ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് ഈ പ്രകടനത്തിൽ ഉടനീളം മുഴങ്ങിയത്. അൽ ഖ്വയ്ദയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അൾട്രാ ഇസ്ലാമിസ്റ്റ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസുകൾ ഉള്ളടങ്ങളിലെല്ലാം അവ വളയുക എന്നുള്ളൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. ഇതിന്റെ ഭാഗമായി ഗ്ലോബൽ ബംഗ്ലാദേശീസ് അലയൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ NGO ആണ് ഇന്ന് നമ്മുടെ ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് ഉപരോധിക്കുന്നത്. ഇതിനോട് സമാനമായി തന്നെ കാനഡയിലും ഈ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് വളയും എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ ഈ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാരതം വേണ്ട, ഇന്ത്യ ഔട്ട് എന്നാണ് ഇവരുടെ മുദ്രാവാക്യം. അതായത് ഇന്ത്യയും ഹിന്ദുക്കളും ഈ ലോകത്ത് വേണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ സംഘടനകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ കാലമായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ബംഗ്ലാദേശിൽ വലിയൊരു ആഹ്വാനമുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ ഫലപ്രദമായില്ല. കാരണം ഈ ഇങ്ങനെയുള്ളൊരു ആഹ്വാനം ചെയ്തവരുടെ ഭാര്യമാരെല്ലാം ഉടുക്കുന്നത് ഇന്ത്യൻ സാരികളായിരുന്നു. അത് അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ഭാര്യമാരോട് പറയൂ ഇന്ത്യൻ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ. ഏതായാലും ഇന്ത്യയെ ബഹിഷ്കരിക്കുക, ഹിന്ദുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് ഈ സംഘടനകൾ ഉപരോധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.